ഇന്നത്തെ കാലത്ത് മുതിർന്ന പൗരന്മാർക്ക് ഒരു അവധിക്കാല അടിച്ചുപൊളിയൊക്കെ അത്യാവശ്യമാണ്. പക്ഷേ അത് ഇത്തരത്തിലുള്ള ദുഃഖകരമായ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അതിനെ എങ്ങനെ വിളിക്കും, എന്തു പറഞ്ഞ് ന്യായീകരിക്കും എന്നതാണ് ഇപ്പോഴും എറണാകുളത്തെ സംശയം. അത്തരത്തിലുള്ള ദുഃഖകരമായ വാർത്തകളാണ് എറണാകുളത്തെ സീറോ മലബാർ വിശ്വാസികൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പിതാവ് അവിടെ വത്തിക്കാനിൽ മരിച്ചു കിടക്കുന്നു. ഇവിടെ വാഗമണ്ണിൽ വിമത കൂട്ടത്തിൻ്റെ വക അടിച്ചുപൊളി ട്രിപ്പ്. ആഘോഷമെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നവരോട് തൃപ്പൂണിത്തറയിലെ വിശ്വാസികൾ പ്രതിഷേധം അറിയിച്ചപ്പോൾ കിട്ടിയത് ഇഞ്ച ചതയ്ക്കുന്നതിനുള്ള തല്ല്. എന്തായാലും ഇതേപ്പറ്റി പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയായിരുന്നു പിതാവിൻ്റെ ശവസംസ്കാരം കഴിയുന്നതുവരെ. പക്ഷേ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വീണ്ടും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ വിടവാങ്ങൽ എന്തായാലും കേരളത്തിന് മാത്രമല്ല ലോകമെമ്പാടും ദുഃഖമുളവാക്കുന്നൊരു കാര്യം തന്നെയാണ്. ഇന്ത്യ മുഴുവൻ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചത്. പക്ഷേ തൃപ്പൂണിത്തറയിലെ സ്ഥിരം വിമത വൈദികനായ വേഴപ്പറമ്പിനും കൂട്ടാളികൾക്കും അത് ആഘോഷത്തിൻ്റെയും അടിച്ചുപൊളിയുടെയും കാലമായിരുന്നു. വൈദികരൊപ്പം ചില കന്യാസ്ത്രീകളും വിമത കൂട്ടായ്മയിലെ കുടുംബങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനിയെങ്ങാനും പോപ്പ് ഫ്രാൻസിസിൻ്റെ വിയോഗത്തിൽ ദുഃഖം പ്രകടിപ്പിക്കാൻ ഇവർ വാഗമണിൽ പോയി കരഞ്ഞു തീർത്തിട്ട് വന്നതാണ് എന്ന് ന്യായീകരിച്ചാലും അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. വിശ്വാസികൾക്കിത് വിമതരുടെ പക്കൽ നിന്നുള്ള മറ്റൊരു കരുത്ത വെല്ലുവിളി തന്നെയാണ്. പാപ്പ മരിച്ചു കിടക്കുമ്പോൾ നടത്തിയ അൾത്താര അഭിമുഖ പ്രാർത്ഥനകൾ പോലും വിശ്വാസികൾ ഇപ്പോഴും ഈ വിമത വിശ്വാസികൾ വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു. അതാണല്ലോ പാപ്പ മരിച്ച് 2ാം നാൾ സഭയുടെ ദുഃഖാചരണത്തിൻ്റെയിലും അവർ വാഗമണ്ണിൽ തീർത്ഥാടനത്തിന് പോയത്. തീർത്ഥാടനം എന്നാണ് അവർ പറയുന്നെങ്കിലും വാഗമണ്ണിൽ അടിച്ചുപൊളി ടൂർ അതുതന്നെയാണ് ഉദ്ദേശിച്ചത്. ടൂറൊക്കെ കഴിഞ്ഞ് തിരികെ വന്നവരോട് വിവരം ചോദിക്കാൻ എത്തിയവരോട് സംഭവിച്ചത് വിമതരുടെ സ്ഥിരം പരിപാടി. ഫാദർ ജോഷി വേഴാപ്പറമ്പിൽ എന്ന വിമത വൈദികൻ്റെ കൂട്ടാളികൾ ചോദ്യം ചെയ്തെത്തിയ വിശ്വാസികളെ അടിച്ചു ചതയ്ക്കുകയായിരുന്നു. അത് സ്വാഭാവികം, ഞങ്ങൾ ആരെയും തല്ലുമെന്നാണ് അതിന് മറുപടിയായി വിമത വൈദികരും കൂട്ടാളികളുമൊക്കെ പറഞ്ഞു വരുത്തുന്നത്. എന്തായാലും ന്യായീകരണം കൊള്ളാം. ഇതോടെ പാപ്പയുടെ സംസ്കാരം നടക്കുന്നതിന് മുമ്പ് തന്നെ എറണാകുളത്തും തൃപ്പൂണിത്തുറയിലും ലൈവായി അടി തുടങ്ങുമെന്ന് മേജർ ആർച്ച് ബിഷപ്പിനും ഏതാണ്ടൊക്കെ ഉറപ്പായി. അതുകൊണ്ടാണ് ഈ വാർത്തകൾ ലൈവായി വത്തിക്കാനിലെത്താതിരിക്കാൻ സഭാ നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ കബറടക്കം നടക്കുന്ന ശനിയാഴ്ച 26-ാം തീയതി വിശ്വാസികൾ വൈദികരൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അറിയിച്ച് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലിന് ഒരു സർക്കുലർ തന്നെ ഇറക്കേണ്ടി വന്നിരിക്കുന്നു. പാപ്പയെ അനുസ്മരിച്ച് ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും പരിശുദ്ധ പിതാവിന് വേണ്ടി ദൈവകരുണ യാചിച്ചുകൊണ്ട് വിശുദ്ധ കുർബാനടക്കം നടത്തണമെന്നാണ് സർക്കുലറിലെ ഒരറിയിപ്പ്. ക്രിസ്തുവിൻ്റെ വികാരിയായ കാർജിന സഭാ തലവനോട് ഉള്ള ആദരം പ്രകടിപ്പിച്ചുകൊണ്ട് കബറടക്കം നടക്കുന്ന ദിവസം സഭയുടെ എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി നൽകണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അർത്ഥം അവധി എന്നാൽ എൻ്റെ അർത്ഥം ഒരു ഇടവേളയെടുത്ത് ടൂറിന് പോയി അടിച്ചു പൊളിക്കുക എന്നതല്ലെന്നും പറയാതെ പറഞ്ഞിട്ടുണ്ട് പിതാവായ റാഫേൽ തട്ടിൽ. വിവിധ വൈദിക സ്ഥാപനങ്ങൾ നാളെ ക്രമീകരിച്ചിട്ടുള്ള ആഘോഷങ്ങളും സമ്മേളനങ്ങളും ഉപേക്ഷിക്കുകയോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് പരിശുദ്ധ പിതാവിൻ്റെ നാമത്തിൽ ആർച്ച് ബിഷപ്പിന്. പക്ഷേ ഇതൊന്നും വിമതർ കേട്ടമട്ടില്ല. കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ് നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് ഭാരതത്തിൽ മുഴുവൻ ഏപ്രിൽ 29 വരെ ദുഃഖാചരണമുണ്ട്. അപ്പോഴേക്കും പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കും. അപ്പോഴേക്കും വൈദികർ കാത്തിരിക്കുകയാണ് അടുത്ത മാർപ്പാപ്പ ആരാണെന്നറിയാൻ. കാരണം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് നടത്തിക്കൊണ്ടിരുന്ന വിമത വൈദികരോടുള്ള പ്രതികരണങ്ങൾ, അഭ്യർത്ഥനകൾ, സന്ദേശങ്ങൾ ഇവയൊക്കെ വീണ്ടും ആവർത്തിക്കേണ്ടി വരും പുതിയ മാർപ്പാപ്പയ്ക്കെന്ന് ഒരു സംശയമില്ലാതെ വ്യക്തമാക്കുന്ന നടപടികളാണ് ഇപ്പോൾ എറണാകുളത്തെ സീറോ മലബാർ വിമത കൂട്ടങ്ങളിടയിൽ നിന്നും വന്നിരിക്കുന്നത്. എന്തായാലും സഭാതലവൻ പരിശുദ്ധ പിതാവ് മരിച്ചു കിടക്കുമ്പോൾ സംസ്കാര ചടങ്ങുകൾക്ക് പോലും സമയം നൽകാതെ ഇവിടെ കേരളത്തിൽ അടിച്ചുപൊളിമേ നടക്കുന്ന വിമത വൈദികർ ഇതല്ല ഇതിനപ്പുറവും കാണിക്കുമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭ നാഥനുള്ള കളരിയായി വീണ്ടും മാറുന്നു എന്ന് വ്യക്തം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.